അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അടുത്തത് 52-ാമത്തെ കിതാബാണ് കിതാബ് ഷഹാദാത്ത്, അതായത് സാക്ഷി നിൽക്കുന്നതിൻ്റെ കിതാബ്. വാദി തെളിവ് കൊണ്ടുവരണം എന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ വിധി എന്താണ്? അല്ലാഹു തആലയുടെ വചനം, അല്ലെങ്കിൽ വിശ്വാസികളെ, ഒരു പ്രത്യേക കാലാവധിക്ക് നിങ്ങളൊരു കടം ഇടപാടിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രത്യേക കാലത്തേക്ക്, 1 മാസം 2 മാസം അല്ലെങ്കിൽ 1 കൊല്ലം, അങ്ങനെയാണെങ്കിൽ അത് എഴുതി വയ്ക്കുക. 2-ാമത്തെ സൂറത്ത് 282-ാമത്തെ ആയത്ത്. മാ ജാഅ ഫിൽ ബയ്യിനതി അലൽ മുദ്ദഇ ലിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂ. അൽ-ബഖറ 282. അല്ലാഹു ജല്ല ജലാലിൻ്റെ വചനം, അല്ലയോ വിശ്വാസികളെ, നീതിക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടുക. അള്ളാഹുവിൻ്റെ സാക്ഷിയായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ ആയത്ത് തുടരുന്നു. നിങ്ങൾ അതുമായി എത്രയധികം പരിചയം ആയാലും. 4-ാമത്തെ സൂറത്ത് 135-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി അസ്സ വജല്ല യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി ഇലാ ഖൗലിഹി ബിമാ തഅമലൂന ഖബീറാ. നിസാ 135. ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നു, ആദരണീയമായ സാക്ഷിത്വം ആണത്. അതിലൂടെ അയാൾ പറയുകയാണ്, അവനിൽ നിന്നും ഞാൻ നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെ അവനെ കൊണ്ട് ഞാൻ നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇദാ അദ്ദല റജുലുൻ റിജാലൻ ഫഖാല ലാ നഅലമു ഇല്ലാ ഖൈറൻ ഔ മാ അലിംതു ഇല്ലാ ഖൈറ. തെറ്റായ കഥകൾ ഉണ്ടാക്കി പറയുമ്പോൾ കള്ളസാക്ഷിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയെ സമീപിച്ചു, ആയിഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പറ്റിയിട്ട്. ഉസാമ പറഞ്ഞു, താങ്കളുടെ ഭാര്യയെ കൂടെ തന്നെ നിർത്തുക, കാരണം അവരെക്കുറിച്ച് നന്മയല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സാഖ ഹദീസൽ ഇഫ്കി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉസാമത ഹീന ഇസ്തശാറഹു ഫഖാല അഹ്ലക വലാ നഅലമു ഇല്ലാ ഖൈറ. ഉർവ ഇബ്ൻ അൽ മുസയ്യബ്, അൽഖമ ബിൻ വഖാസ്, ഉബൈദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹും ഇവർ എല്ലാവരും വിശദീകരിക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട കഥയെ പറ്റിയിട്ട്. അവരുടെ വിശദീകരണങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയുള്ളതും മറ്റൊരാൾ പറയുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നതും ആയിരുന്നു. നുണ പറയുന്ന ആളുകൾ അവർ ആയിഷയെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുത്ത കഥ പറഞ്ഞപ്പോൾ വഹ്യ് വരാൻ താമസിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചു, അലിയെയും ഉസാമയെയും പോയി കണ്ട് അഭിപ്രായം ചോദിച്ചിട്ട് വരൂ, ഞാൻ എൻ്റെ ഭാര്യ ആയിഷയെ വിവാഹമോചനം നടത്തുന്നതിനെ സംബന്ധിച്ച്. ഇത് ഉണ്ടായത് 1-2 സഹാബാക്കളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വിവാഹേതര ലൈംഗിക ബന്ധമൊക്കെ ആരോപിച്ച് വലിയൊരു കുറ്റം ഉണ്ടാക്കി വെച്ചു. നാട്ടിൽ മുഴുവൻ പ്രശ്നമായി. മദീനയിൽ ആർക്കും ഇപ്പോൾ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. വഹ്യ് വന്നാലേ കാര്യം തീരുമാനമാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ ഉസാമ പറഞ്ഞു, താങ്കളുടെ ഭാര്യയെ കൂടെ നിർത്തുക, കാരണം അവരെ പറ്റി നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾക്കറിയില്ല. ബരീറ പറഞ്ഞു, അവരെ കുറ്റം ആരോപിക്കാൻ ഞാൻ തയ്യാറല്ല ഒരു തെറ്റുകൾക്കും. അതായത് അവർക്ക് കുറ്റമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അവരുടെ ഒരു കുറ്റത്തിനും ആരോപിക്കാൻ മാത്രം എൻ്റെ കയ്യിലൊന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഈ ഒരു കാര്യം ഒഴികെ. കാരണം അവർ വളരെ ചെറിയ പെൺകുട്ടിയാണ്, അവർ കിടന്ന് ഉറങ്ങും. അപ്പോൾ കുടുംബത്തിലുള്ള മൈദ മാവ് അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള എന്തോ അരിപ്പൊടി പോലത്തെ എന്തോ ഒരു പൊടി ഒക്കെ വച്ചിരിക്കുന്നത് അപ്പുറത്തൊക്കെ ഉള്ള ആടുകൾ വന്ന് തിന്നിട്ട് പോകും. അപ്പോൾ അവർ വീട്ടിൽ കിടന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങായിരിക്കും. അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ള രീതിയിൽ. അവർ വളരെ നല്ല മനസ്സുള്ള, ലളിതമായ മനസ്സുള്ള ഒരു സ്ത്രീയാണ്. ഭർത്താവിനെ വഞ്ചിക്കാൻ മാത്രം അവർക്ക് കഴിവില്ല എന്നാണ് ബരീറ പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ആര് സഹായിക്കും ആ മനുഷ്യനെതിരെ ഒരു പ്രതികാരം ചെയ്യാൻ? എന്നെ അവൻ ഉപദ്രവിച്ചിരിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ ചാരിത്രത്തെപ്പറ്റി കുറ്റം ആരോപിച്ചുകൊണ്ട്. അള്ളാഹുവാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ പറ്റി നല്ലതല്ലാത്തതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല.
അപ്പോൾ അവിടെ ഉള്ളവരും പറഞ്ഞുണ്ടാക്കി ഉള്ള മനുഷ്യൻ, അയാളെപ്പറ്റിയും നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പ്രത്യേക അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അഖ്ബർനി ഉർവത്ത് ബിൻ സുബൈർ വ ഇബ്നുൽ മുസയ്യിബി വ അൽഖമ ഇബ്നു വഖാസ് വ ഉബൈദില്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് അൻ ഹദീസിൻ ആയിഷ റളിയല്ലാഹു അൻഹാ وبعض حديثهم يصدق بعضا حين قال لها أهل الإفك ما قالوا فدعا رسول الله صلى الله عليه وسلم عليا وأسامة حين استلبس الوحي يستأمرهما في فراق أهله إما أسامة فقال أهلك ولا نعلم إلا خيرا. وقالت بريرة إن رأيت عليها أمرا أعمسه أكثر من إنها جارية حديثة السن تنام عن عجين أهلها تأتي الداجن فتأكل. فقال رسول الله صلى الله عليه وسلم من يعذرنا في رجل بلغني أذاه في أهل بيتي فوالله ما علمت من أهلي إلا خيرا ولقد ذكروا رجلا ما علمت عليه إلا خيرا. ഒളിഞ്ഞു നോക്കുന്ന ആളുടെ സാക്ഷ്യത്വം, അല്ലെങ്കിൽ രഹസ്യം പിടിക്കാൻ നടക്കുന്ന ആൾ. ഷഹാദത്തിൽ മുഖ്തബിഇ അംർ ഇബ്നു ഹുറൈസ് അങ്ങനെയുള്ള സാക്ഷികളെ അനുവദിച്ചിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഈ രീതിയാണ് ചീത്തയായ ഒരാളുടെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇബ്നു സിരീൻ, ഖതാദ ഇവരെല്ലാവരും പറയുന്നു, കേൾവിയിലൂടെയും സാക്ഷ്യത്വം ഉണ്ടാക്കാവുന്നതാണ്. അതായത് അയാൾ കേട്ടേ ഉള്ളൂ, പറയുന്ന ആളെ കണ്ടില്ല. ഇപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തുള്ള സംസാരം കേൾക്കുന്നു, അതും സാക്ഷ്യത്വമായി സ്വീകരിക്കാവുന്നതാണ്. അൽ ഹസൻ പറയാറുണ്ടായിരുന്നു, തെളിവുകൾ സമർപ്പിക്കുന്ന സമയത്ത് അവരെന്നെ സാക്ഷിയായി സ്വീകരിച്ചില്ല, പക്ഷേ ഞാൻ ഇന്ന കാര്യം കേട്ടിരുന്നു. വൈജാസഹു അംറു ഇബ്നു ഹുറൈസിൻ ഖാല വകദാലിക യുഫഅലു ബിൽ കദിബിൽ ഫാജിർ വഖാല ശബിയ്യു വബ്നു സിരീൻ വഅതാഉൻ വഖതാദതു അസ്മഉ ഷഹാദത്തുൻ وقال الحسن يقول لم يشهدوني على شيء ولكن سمعت كذا وكذا. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരിയും ഒരു തോട്ടത്തിലേക്ക് പോയി. അവിടെയായിരുന്നു ഇബ്നു സയ്യാദ് താമസിച്ചിരുന്നത്. ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്, 10-12 വയസ്സുള്ളൊരു ആൾ, മദീനയുടെ പുറത്ത്. അവൻ ദജ്ജാലാണോ എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇബ്നു സയ്യാദ് എന്ന് കേൾക്കുമ്പോൾ ഇത് ഓർത്തിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനമരങ്ങളുടെ പുറകിൽ ഒളിച്ചൊളിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം രഹസ്യമായി അദ്ദേഹം ഇബ്നു സയ്യാദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കണമായിരുന്നു, അവൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്. അപ്പോൾ ഒളിച്ചിരുന്ന് കേൾക്കുക എന്നുള്ള രീതിയിലാണ് പനമരത്തിൻ്റെ പുറകിൽ ഒളിച്ച് അടുത്ത പനമരത്തിൻ്റെ പുറകിലേക്ക് ഒളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇബ്നു സയ്യാദ് മൃദുലമായ അലങ്കരിച്ച പടവന്തിയിലൊക്കെ വരച്ചിട്ടുള്ള ഒരു പുതച്ചുകൊണ്ട് തറയിൽ കിടക്കുകയായിരുന്നു. എന്നിട്ട് എന്തോ പുറകുറുക്കുന്നുണ്ടായിരുന്നു. ഇബ്നു സയ്യാദിൻ്റെ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനമരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവർ ഇബ്നു സയ്യാദിനെ വിളിച്ചു, ഓസാഫ് മുഹമ്മദ് എവിടെ ഉണ്ട് എന്ന്. അവർ യഹൂദന്മാരായിരുന്നു, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, കാരണം ഇബ്നു സയ്യാദ് ചിലപ്പോഴൊക്കെ നബിയാണെന്ന് പറയുമായിരുന്നു, കാരണം ആൾക്ക് വഹി വരുമായിരുന്നു, ജിന്നിൻ്റെ അടുത്ത് നിന്നാണ് തെറ്റായ വഹിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പിറുറുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ജിന്നുമായിട്ടുള്ള സംസാരമാണ്. അപ്പോൾ ഉമ്മ ഇബ്നു സയ്യാദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണത് മുഹമ്മദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇബ്നു സയ്യാദ് പിറുപിറുക്കൽ നിർത്തി, എന്നിട്ട് എഴുന്നേറ്റ് ഇരുന്നു. അതായത് ആൾ ഒന്ന് ബോധവാനായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ അവൾ ശല്യം ചെയ്യാതിരുന്നുവെങ്കിൽ അവൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാമായിരുന്നു. ഇത് ഹദീസ് 4-ാമത്തെ വാല്യത്തിൽ 355-356 വിശദീകരിക്കുന്നുണ്ട്. ഇവർ ഇബ്നു സയ്യാദ് ദജ്ജാലാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂലു ഇൻതലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരിയു
يؤمان النخلة التي فيها ابن الصياد حتى إذا دخل رسول الله صلى الله عليه وسلم طفق رسول الله صلى الله عليه وسلم يتقي بجذوع النخل وهو يختل أن يسمع من ابن الصياد شيئا قبل أن يراه وابن الصياد مضطجع على فراشه في قطيفة له فيها رمرمة أو زمزمة فرأت أم ابن الصياد النبي صلى الله عليه وسلم وهو يتقي بجذوع النخل فقالت لابن الصياد أي صاف هذا محمد فتناها ابن الصياد قال النبي صلى الله عليه وسلم لو تركت بين. ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞാൽ സയ്യാദിൻ്റെ മകൻ എന്നേ ഉള്ളൂ. സ്വാഫ് എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. ഉമ്മ അവനെ സ്വാഫ് മുഹമ്മദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റിഫാൽ ഖുറാസിയുടെ ഭാര്യ വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ റിഫായിൻ്റെ ഭാര്യയായിരുന്നു, പക്ഷേ അയാൾ എന്നെ വിവാഹമോചനം ചെയ്തു. അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിവാഹമോചനമാണ്, അതായത് അവസാനത്തെ മൂന്നാമത്തെ തലാഖ്. അപ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ ബിൻ സുബൈർ എന്ന കല്യാണം കഴിച്ചു, പക്ഷേ അദ്ദേഹം കുട്ടികൾ ഉണ്ടാവാത്ത ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് റിഫായെ വീണ്ടും കല്യാണം കഴിക്കണോ? അങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളുടെ ഇപ്പോഴുള്ള ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുവരെ, താങ്കളുടെ ഭർത്താവ് പൂർണ്ണമായും താങ്കളെ ആസ്വദിക്കുന്നതുവരെ. അബൂബക്കർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ-ആസും അവിടെ ഉണ്ടായിരുന്നു. വാതിലിൻ്റെ പുറത്ത് അകത്തേക്ക് വരാൻ അനുവാദം കാത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലേ അബൂബക്കറെ, താങ്കൾ കേൾക്കുന്നില്ലയോ ഈ സ്ത്രീ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വെളിവാക്കുന്നത് എന്ന്. عائشة رضي الله عنها قالت جاءت امرأة رفاعة قرظي إلى النبي صلى الله عليه وسلم فقالت كنت عند رفاعة فطلقني فأبت طلاقي فتزوجت عبد الرحمن بن الزبير إنما معه مثل خدبة ثوب فقال أتريدوني أن ترجعي إلى رفاعة لا حتى تنوقي عسيلته ويذوق عسيلتك وأبو بكر جلاس عنده وخالد بن سعيد ابن العاص بالباب ينتظر أن يؤذن له فقال يا أبا بكر ألا تسمع إلى هذه ما تجهر به عند النبي صلى الله عليه وسلم. സാക്ഷിയോ അല്ലെങ്കിൽ സാക്ഷികളോ ഒരു തെളിവ് നൽകിക്കഴിഞ്ഞാൽ ഇദാ ഷഹിദ ഷാഹിദുൻ ഔ ഷുഹൂദുൻ ബിശൈഇൻ വഖാല ആഖറൂന മാലിംന ബിദാലിക യുഹ്കമു ബി ഖൗലി മൻ ഷഹിദ. കുറച്ച് ആളുകൾ പറയുന്നു അങ്ങനൊരു തെളിവിനെ പറ്റി അവർക്ക് അറിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സാക്ഷികളുടെ വചനം അല്ലെങ്കിൽ അവരെന്താണോ തെളിവായി കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയേണ്ടതാകുന്നു. അൽ ഹുമൈദി പറയുന്നു, ഈ വിധി സ്വീകരിച്ചിരിക്കുന്ന ബിലാലിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കഅബയുടെ ഉള്ളിൽ, പക്ഷേ അൽ ഫദ്ൽ പറഞ്ഞു അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ നമസ്കരിച്ചില്ല എന്ന്. കഅബ എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വാതിൽ തുറന്ന് ഉള്ളിൽ കയറി നമസ്കരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ VIP-കൾക്ക് മാത്രമേ അതിനകത്ത് അനുവാദം കൊടുക്കാറുള്ളൂ ഗവൺമെൻറ്. അങ്ങനെ ഒരു തർക്കം വന്നപ്പോൾ, അതായത് ബിലാൽ പറയുന്നു റസൂൽ ഉള്ളിൽ കയറി നമസ്കരിച്ചു, അൽ ഫദ്ൽ പറയുന്നു അദ്ദേഹം ഉള്ളിൽ കയറി നമസ്കരിച്ചില്ല. അപ്പോൾ ആളുകൾ ബിലാലിൻ്റെ തെളിവാണ് സ്വീകരിച്ചത്. അതുപോലെ രണ്ട് ആളുകൾ സാക്ഷി വഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സാക്ഷ്യം പറയുകയാണ്, ഒരു ആൾ മറ്റൊരാൾക്ക് 1000 ദിർഹം കൊടുക്കാനുണ്ട് എന്ന്. വേറെ രണ്ടാളുകൾ സാക്ഷി പറയുകയാണ് അയാൾ മറ്റേ ആൾക്ക് 1500 ദിർഹമാണ് കൊടുക്കാനുള്ളത് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ വലിയ എമൗണ്ടിൻ്റെ കണക്കിലാണ് വിധി പറയേണ്ടത്. അതായത് അയാൾക്ക് 1500 ദിർഹം കൊടുക്കാനുണ്ട് എന്നാണ് കണക്കാക്കേണ്ടത്. قال الحميدي هذا كما أخبر بلال إن النبي صلى الله عليه وسلم صلى في الكعبة وقال الفضل لم يصلي فأخذ الناس بشهادة بلال كذلك إن شهد شاهدان أن لفلان على فلان 1000 درهم وشهد آخران ب1500 يقضى بزيادة. عبد الله بن أبو مليكة ഉഖ്ബ ഇബ്ൻ അൽ ഹാരിസിൽ നിന്ന് വിശദീകരിക്കുന്നു, ഉഖ്ബ അബൂ ഇഹാബ് ഇബ്ൻ അസീസിൻ്റെ മോളെ കല്യാണം കഴിച്ചു. ഒരു സ്ത്രീ അവിടെ വന്നിട്ട് പറഞ്ഞു,
ഞാൻ ഉഖബയ്ക്കും ഉഖബയുടെ ഭാര്യയ്ക്കും മുല കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പം മുലകുടി ബന്ധത്തിലൂടെ അവർ ആങ്ങളെയും പെങ്ങളും ആയി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അതറിയുന്നത്. ഉഖബ അവളോട് പറഞ്ഞു, എനിക്കറിയില്ല നീ എനിക്ക് പാല് തന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഞാൻ കുഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ. നീ എനിക്ക് ഇത് നേരത്തെ അറിയിച്ചു തന്നിട്ടും ഇല്ല. അതായത് ഇത്രയും കാലമായി, എനിക്ക് ഇത്രയും പ്രായമാവുന്നത് വരെ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് അദ്ദേഹം അബൂ യുഹാബിൻ്റെ വീട്ടിലേക്ക് ആളെ അയച്ചു ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും അറിയില്ല അവരുടെ മകളെ ഇവർ പാൽ കൊടുത്തതായിട്ട്. അങ്ങനെയായപ്പോൾ ഉഖബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി മദീനയിൽ. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൂടെ നിർത്താൻ കഴിയുക? കാരണം ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ത്രീയാൽ പാൽ കുടിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു വാക്കിനാണ് ബല. അതുകൊണ്ട് രണ്ടുപേരും പാൽ കുടിച്ചിട്ടുണ്ട് എന്നും അതിലൂടെ സഹോദരങ്ങളാണ് എന്നും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുക. അങ്ങനെ അവർ വേറൊരു മനുഷ്യനെ കല്യാണം കഴിച്ചു. أخبرني عبد الله بن أبي مليكة عن عقبة بن الحارث أنه تزوج ابنة لأبي هاب ابن عزيز فأتته امرأة فقالت قد أرضعت عقبة والتي تزوجها فقال لا عقبة ما أعلم أنك أرضعتني ولا أخبرتني فأرسل إلى آل ابن هاب يسألهم فقالوا ما علمنا أرضعت صاحبتنا فركب إلى النبي صلى الله عليه وسلم في المدينة فسأله فقال رسول الله صلى الله عليه وسلم كيف وقد قيل ففارقها ونكحت زوجا غيره. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.